വന്ന ഉടനെ മൊബൈൽ നോക്കുന്ന മക്കളായിരുന്നില്ല. ഓടി വന്ന അമ്മയോട് കഥകൾ പറയുന്ന, മൈതാനപ്പാട്ടം പറമ്പിൽ കളിക്കാൻ പോകുന്ന, പമ്പരം കറക്കുന്ന, പാടത്തിറങ്ങുന്ന എല്ലാമുള്ള നല്ല രസകരമായി. അതൊക്കെ മാറി നമുക്കൊരു മന്ത്രം ഉണ്ടായിരുന്നു നമ്മുടെ ചുണ്ടിൽ. പക്ഷേ ഈ കയ്യിലേക്ക് ഒരു യന്ത്രം വന്നതോടുകൂടി ഈ മന്ത്രം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ജീവിക്കാനുള്ള കുതന്ത്രത്തിലാണ് നമ്മളെല്ലാവരും. ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരു മൊബൈൽ. ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, ചിലതൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് എവിടെയുള്ള ആളുകൾ വരെയും കാണുന്നുണ്ടെന്ന് ഈ 2 ക്യാമറയിലൂടെ അറിയാം, നിങ്ങളുടെ മൊബൈലിലൂടെ അറിയാം. നമുക്ക് തെളിവാണ്. പക്ഷെ പണ്ട് നമുക്ക് തെളിവില്ല. എല്ലാത്തിനും നമുക്കൊരു തെളിവില്ല. ഇന്നിപ്പോൾ എല്ലാത്തിനും തെളിവുണ്ട്. ഇവിടെ കളിച്ച ടീച്ചർമാരുടെ ഡാൻസ് നാളെ വൈറലാണ്. ഇവിടെ കളിച്ച കുട്ടികളുടെ ഡാൻസ് ഏതെങ്കിലും ഒരു തരത്തിൽ അതും വൈറലാണ്. ഇതൊക്കെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും കാണാം. പക്ഷെ അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ, ഈ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ ആരുടെയൊക്കെ കഥ കഴിഞ്ഞു? ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, കലണ്ടറിന്റെ കഥ കഴിഞ്ഞു, മൂന്നാന്റെ കഥ കഴിഞ്ഞു, ഡൈനാമോയുടെ കഥ കഴിഞ്ഞു, DVDയുടെ കഥ കഴിഞ്ഞു, TVDയുടെ കഥ കഴിഞ്ഞു, സിനിമയുടെ കഥ കഴിഞ്ഞു. ഈ മൊബൈലിൽ നമ്മുടെ കയ്യിൽ കിട്ടാമെങ്കിൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ അച്ഛൻ്റെ കഥ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ പോയിട്ടിരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇതുകൊണ്ട് വിളിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ അറിയാം, നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഈ മൊബൈൽ. ഇന്ന് പല കുട്ടികളുടെയും തല ഇങ്ങനെ കുമ്പിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ഇത് മതി, പുറത്ത് കളിക്കാൻ പോകണമെന്നൊന്നും ഒരു താല്പര്യവുമില്ല. പക്ഷേ അങ്ങനെ കളിക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. പാടത്ത് കളിക്കണം, പമ്പരം കറക്കണം, പട്ടം പറപ്പിക്കണം, അങ്ങനെ എല്ലാ കുസൃതികളും ഉള്ളവരായിരിക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ ചർച്ചകളിലൂടെ നിങ്ങൾക്ക് നന്മയുടെ നല്ല വശങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞെത്താൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊന്നും ആകാൻ പറ്റില്ല.